ഒരുപാട് പേർക്ക് ആഗ്രഹിച്ച് കിട്ടാത്തൊരു അവസരമാണ് സിനിമയിൽ മുഖം കാണിക്കുക. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു നടൻ്റെ മകള് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്രയും വലിയ ഒരു ചൊറിച്ചിൽ? വാട്ട് ഈസ് എ പ്രോബ്ലം ഗൈസ്? കർഷകൻ അഭിനയിച്ച് പോട്ടെ, സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണാൻ അത്രയേ ഉള്ളൂ. സിനിമ ഞാൻ കണ്ടു, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ പോയി കണ്ടു. ലൈക്ക് വാട്ട് എവർ, ആരെങ്കിലും അഭിനയിക്കുക അഭിനയിക്കാതിരിക്കുക, വാട്ട് എവർ, സിനിമയില്ലേ? എത്ര പേരെ കഷ്ടപ്പാടാണ് സിനിമ കാണുന്നത്. ഞാൻ പോയി കണ്ടു, എനിക്ക് ഒരു പരാതിയൊന്നും തോന്നിയില്ല കണ്ടിട്ട്. ലൈക്ക് ഓർഡിനറി സിനിമ കണ്ട് ഇറങ്ങിയൊരു ഫീൽ. എന്താണ് നമ്മളെന്തൊരു ജഡ്ജസ് വല്ലതാണ്? കക്ഷി സിനിമയിൽ അഭിനയിക്കുന്നത്, നമുക്കൊന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് ആ കുട്ടി. 36 വയസ്സുള്ള കുട്ടിക്കാണ് കുട്ടി എന്ന് വിളിക്കുന്നത്. ഓ, എന്തൊക്കെയായിരുന്നു ട്രെയിലർ ലോഞ്ചിൽ ഓരോ മീഡിയയുടെ ചോദ്യങ്ങൾ. മുണ്ട് മുടക്കോ, കാലിട്ട് ചവിട്ടോ, ഇല്ല തൊഴിക്കോ? ഗൈസ്, സിനിമ കാണാനൊക്കെ കൊള്ളാം, ഒരു കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തൊന്നുമില്ല. ലൈക്ക് ഒരു മൂവികൾ റിവ്യൂ എന്ന നിലയിൽ ചില ഭാഗങ്ങളിലൊക്കെ അത് കട്ട് ചെയ്യാമായിരുന്നു, അതിന് പകരം ഇത് വെക്കാമായിരുന്നു എന്നൊക്കെ തോന്നലൊക്കെ ഉണ്ട്. ബട്ട് അത് റിവ്യൂവറിൻ്റെ രീതിയാണ്. സിനിമ കണ്ട് 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 ലൈക്ക് ആ ഒരു പാർട്ട് അത് കട്ട് ഓഫ് ചെയ്ത് ഈ ഒരു പാർട്ട് ഇങ്ങനെ കയറ്റാമായിരുന്നു എന്നൊക്കെ തോന്നല്. ഓവറോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഫസ്റ്റ് ഷോ മുതൽ തന്നെ ഇറങ്ങിയിട്ട് അടുത്ത ഷോക്ക് കയറുന്നവരൊക്കെ എല്ലാവരും ഫാമിലീസായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദേ വർ എൻ്റർടൈൻ. അവരെല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടത്. ലൈക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു ക്ലൈമാക്സിനോടനുബന്ധിച്ച് മോഹൻലാലിൻ്റെ ഒരു കിക്ക് ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അവോയ്ഡബിൾ ആണെന്ന് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം ഓക്കെ തന്നെയാണ്. ടിപ്പിക്കൽ സ്റ്റോറി. ലൈക്ക് ഒരു ഫാമിലി ഒരു ഹില്ലി ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു, പിന്നെ അവിടെ ചില ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് കക്ഷി നേരിടുന്നത്, അതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. ഫാമിലീസ് എല്ലാവരും ഹാപ്പിയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖത്ത് ലൈക്ക് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഔട്ടിങ് പോയി, ഫാമിലിയുടെ ഒരു ഔട്ടിങ് ഒക്കെ പോയി ഒരു സന്തോഷത്തിലാണ് അവർ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നത്. ലൈക്ക് എന്താണ് ഇത്രയ്ക്ക് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് പിടുത്തം ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ലൈക്ക് വാട്ട് ഈസ് എ പ്രോബ്ലം? ഇതൊരു പെയ്ഡ് പ്രൊമോ, പെയ്ഡ് പി ആർ ഒ പണി പോലെ തോന്നുന്നുണ്ട്. ലൈക്ക് കക്ഷിയുടെ കുടുംബത്തിൽ നിന്ന്, മോഹൻലാലിൻ്റെ കുടുംബത്തിൽ നിന്ന് അടുത്ത് അതിന് വേണ്ട, എങ്ങനെയെങ്കിലും ചവിട്ടി കൊടുക്കണം. ഗൈസ്, നമ്മുടെ ബോളിവുഡിലേക്ക് പറ്റി നല്ല പുതിയ മണ്ണൊക്കെ എപ്പോഴും വരവില്ല. ഹർ ആക്ടിങ് വാസ് ഗുഡ്. ലൈക്ക് എനിക്ക് ആളെ ജഡ്ജ് ചെയ്യാനുള്ള അധികാരമൊന്നും ഇല്ല. പക്ഷേ ഒരു പ്രേക്ഷകൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഷീ വാസ് ഡൂയിങ് ഫൈൻ. ആൻഡ് ഐ എക്സ്പെക്ട് മോർ. ന്യൂ സിനിമകൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു അഭിനയമാണ് കക്ഷി കാഴ്ചവെച്ചത്. സിനിമയുടെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ കക്ഷി തന്നെയാണ്, വിസ്മയ മോഹൻലാൽ തന്നെയാണ്, ആ ക്യാരക്ടർ തന്നെയാണ്. ഷീസ് ദി നായിക. ആരാരുമല്ല. മോഹൻലാലിൻ്റെ സിനിമയിൽ ഉണ്ടെങ്കിൽ കൂടി എന്താ പറയുക, കഥ ഇവോൾവ് ചെയ്യുന്നത് ഈ കക്ഷിയുടെ ചുറ്റിപ്പറ്റിയിട്ടാണെങ്കിൽ ഓവറോൾ ഇറ്റ് ഇസ് എൻ എൻ്റർടൈനർ. പിന്നെ ആസ് എ റിവ്യൂവർ നമ്മൾ ചോദിക്കും, ഇതൊരു ഓട്ടിട്ട് റിലീസ് വരെ വെയിറ്റ് ചെയ്യാനുമായിരുന്നില്ലേ, തിയേറ്ററിൽ പോയി കാണുമായിരുന്നോ? യെസ്, ഞാനാണെങ്കിൽ ഓട്ടിട്ട് റിലീസ് വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനേ ഉള്ളൂ. ബട്ട് ആസ് ഐ സെഡ് ബിഫോർ, സിനിമ എപ്പോഴും പലർക്കും പല രീതിയിലാണ് എൻ്റർടൈനിങ്. ഫാമിലികൾക്ക് അവർക്ക് പുറത്തു പോയി കാണാൻ പറ്റിയ ഒരു പടം ഇത് തന്നെയാണ് തോന്നിയത്. ഇതിനേക്കാൾ നല്ലത് ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ്റെ ഉന്മാദം തന്നെയാണ്. ബട്ട് അത് എല്ലാവർക്കും ചിലപ്പോൾ ദഹിച്ചോളണം എന്നില്ല. ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ഉന്മാദത്തിൻ്റെ ക്ലൈമാക്സ് സീൻസിനോടുകൂടി ഡയറക്ടറും പ്രൊഡ്യൂസറും പ്രേക്ഷകനും ചോദിക്കുന്നുണ്ട്, ഇത് സൂപ്പർ നാച്ചുറൽ ആണോ, കഷ്ടിക്ക് തോന്നി ഒരു ഉന്മാദമാണോ എന്നുള്ളതൊക്കെ. അതൊക്കെ ഇറ്റ് ഈസ് അപ് ടു ദി ഓഡിയൻസ് തീരുമാനിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ അങ്ങനെയല്ല. ഈ ഒരു കണ്ടിരിക്കുക, ഒരു ഹാപ്പി എൻഡിങ്ങോട് സിനിമ ചോദിച്ചു, എല്ലാവരും ഹാപ്പി, ഓക്കെ, ഈ വീട്ടിൽ പോയി സിനിമ നല്ലൊരു ഫീൽ ഗുഡ് മൂവി. കൊള്ളാം ഗൈസ്. നെഗറ്റീവ് റിവ്യൂ കണ്ട് ഈ സിനിമ കാണാതിരിക്കുന്നത് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഈ സിനിമ എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത റിലീസാണ് ലോകേഷ് കനകരാജ് അഭിനയിച്ച DC പറഞ്ഞ പടം. അത് എന്തുകൊണ്ടൊന്ന് റിലീസായില്ല. പിന്നെ DK നായിഡു ആ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അത് അധികം അതിലോട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ. തെരുവ് സിനിമയാണ്, ഡബിങ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് സ്പൈഡർമാൻ ഉന്മാദം തന്നെയാണ്. പ്രത്യേകിച്ച് ആ സിനിമ അധികം കാലം ഓടിയില്ല, ഹാർഡ്ലി ഐ തിങ്ക് 3 weeks. ബട്ട് അതിനേക്കാളും കൂടുതലാണ് സ്പൈഡർമാൻ ഉന്മാദം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഡിസേർവ് ഇറ്റ്.
ഉന്മാദം ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് സിനിമ കണ്ടിരിക്കാൻ. സോ അതും തുടക്കവും ഉന്മാദവും തുടക്കവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും അപ്പോഴും ഉന്മാദം തന്നെയായിരിക്കും പീക്കിൽ നിൽക്കുന്നുണ്ടാവാം. ഓണത്തിൻ്റെ റിലീസിൽ IMDb ദുൽഖർ സൽമാൻ അഭിനയിച്ച ആ ഒരു സിനിമ അതായിരിക്കും അതിനെ കോമ്പീറ്റ് ചെയ്യുന്നതായിട്ട് വേറെ പേരൊന്നും കണ്ടില്ല. DC ഇപ്പോൾ DC കൗശികനെ അഭിനയിച്ച ആ ഒരു പടം നിൽക്കാൻ ചാൻസ് ഉണ്ട് ഓണത്തിന് എന്ന് പറഞ്ഞു. ഇനി DC സിനിമയുടെ റിവ്യൂമായിട്ട് നമുക്ക് കാണാം. അതുവരെയും ഡബിൾ സിലെ